ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിന് ആകെ മനസ്സൊക്കെ വേദനിച്ച് റോഡിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരുവാട്ടോ വണ്ടിയില്. രാഹുൽ വണ്ടി നിർത്തിട്ട് പ്രകാശിനെ നോക്കാണ്. എടാ പ്രകാശ എന്ന് പറഞ്ഞ് പുറകേന്ന് വിളിക്കുമ്പോ പ്രകാശൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രകാശനോട് പറയണ്ടേ, എടാ എടാ നീ എന്താടാ ഇങ്ങോട്ട് ഇതിലെ കൂടി ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ നിന്റെ ഇപ്പത്തെ പണി എന്താ ചോദിക്കുമ്പോ തെണ്ടൽ. തെണ്ടലോ? അതെ, ആൾക്കാരുടെ മുമ്പിലൊക്കെ തെണ്ടും. തെണ്ടിയിട്ട് കുറച്ച് നീക്കും, അമ്പലത്തിന് മുമ്പിൽ പോയി തെണ്ടുമ്പോ കുറച്ചുപേര് അനുകമ്പ തോന്നി പൈസ തരും. കാരണം വികലാംഗനല്ലേ. ആ പൈസന്ന് കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കൂ. ബാക്കി പൈസ കുറച്ച് അമ്പലത്തിലിടും, ബാക്കി നീക്കിയിരിപ്പായിട്ട് കൈ തന്നെ സൂക്ഷിക്കും. ഓ, നിന്റെ മോൻ വരുമ്പോ അവനെ കൊടുക്കാനായിരിക്കും അല്ലേടാ. മോനോ? ഏതു മോൻ? എനിക്കങ്ങനത്തെ ഒരു മോനില്ല എന്ന് പറയുമ്പോ മുമ്പ് നീ പെമ്പിള്ളേരെ കുറിച്ചാണല്ലോ ഇങ്ങനെ പറയണ്ടായിരുന്നത്. ഇപ്പൊ നീ എന്താ മോനെ കുറിച്ച് പറയണത്? എടാ പെമ്പിള്ളേരൊക്കെ നല്ലതാടാ, ആമ്പിള്ളേരെടാ മോശം എന്ന് പറയാണ് പ്രകാശൻ. അത് കേട്ട് രാഹുൽ പറയണ്ടേ, എടാ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കണക്ക് തന്നെയാടാ. എനിക്കൊരു മോളുണ്ടല്ലോ, എന്നിട്ട് എന്തായി? അത് നിന്റെ വളർത്തു ദോഷം കൊണ്ടായത്. നീ അവളെ വളർത്തിയതിന്റെ കുഴപ്പം കൊണ്ട്. അല്ലെങ്കിൽ പെമ്പിള്ളേരൊക്കെ നല്ലത് തന്നെയാടാ എന്ന് പറയാണ്. നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ പ്രകാശ. അതെ, ഞാൻ മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയാണ്. എന്തായാലും പെമ്പിള്ളേര് തന്നെയാ നല്ലത്. ഇനി എന്നുള്ള ജീവിതം എന്റെ പെമ്മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് പ്രകാശം പറയുമ്പോ, എടാ നീ ഇങ്ങനെയൊക്കെ മാറുമ്പോഴേ ഇത് നിന്റെ അഭിനയമാണെന്നാ എനിക്ക് തോന്നണത്. നീ അഭിനയിക്കുവാണോടാ? സത്യം പറ, നീ മനസ്സിൽ വലിയൊരു പക കൊണ്ടിട്ട് അഭിനയിക്കല്ലേ? അതേടാ, ഞാൻ ഇങ്ങനെ പറയുമ്പോ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. ഇനി അഭിനയത്തിന് ഞാനില്ലടാ. എടാ നീ ഇങ്ങനെ നടക്കുമ്പോഴേ നിന്നെ ഈ അവസ്ഥയിലാക്കിയവരൊക്കെ സന്തോഷിക്കാടാ, ചിരിക്കാടാ. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കാണ്. അവരുടെ ജീവിതമൊക്കെ നമുക്ക് കുളം തോണ്ടടാ പ്രകാശ. നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോടാ എന്ന് പറയുമ്പോ, ഞാൻ ഒന്നിനുമില്ല ഞാന് എന്ന് പറയാണ് പ്രകാശ്. എടാ നീ ഒരു കാര്യം ചെയ്, എന്തെങ്കിലും നിന്റെ മനസ്സ് മാറ്റം വരുവാണെങ്കിൽ നീ എന്നെ വിളിക്കേ എന്ന് പറയാണ്. ഇല്ലടാ, ഇനി എന്റെ മാറ്റം തിരിച്ചു പോക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ രാഹുലിന്റെ അടുത്ത് അങ്ങനെ പോകുവാട്ടോ. രാഹുൽ വിചാരിക്കണോ, ഹോ ഇവന്റെ വന്നൊരു മാറ്റേ എന്ന രീതിയിൽ രാഹുലും തിരിച്ചു പോവാണ്. അങ്ങനെ പ്രകാശൻ നടന്നു പോണത് ബാലണ്ണന്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്കാട്ടോ. ബാലണ്ണൻ അവിടെ വർക്ക്ഷോപ്പൊക്കെ പൂട്ടിയിട്ട് താക്കോല് കൊടുക്കാനുള്ള ഏർപ്പാടിലാണ്. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ കേട്ടോ. അപ്പൊ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ആഹാ ഇതാര് പ്രകാശനോ, വീണ്ടും വന്നോടാ നീ. ഓ, അന്ന് നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാത്തോണ്ട് വീണ്ടും എരിവും പുളിയൊക്കെ കേട്ടിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോടാ? ഇല്ല ബാലണ്ണ, ഞാൻ വെറുതെ ഒന്ന് വന്നതാണ് എന്ന് പറയാണ്. ആ, നീ വന്ന ദിവസം എന്തായാലും കൊള്ളാം. ഞാൻ താക്കോല് കൈമാറാൻ പോണ ദിവസമായിരുന്നു. എന്തായാലും നാളെ മുതൽ കാർത്തിക മേഡത്തിന്റെ ഡ്രൈവറായിട്ട് ഞാൻ പോകുവാണല്ലോ. ബാലണ്ണ, അവള് നന്നായിട്ട് വളയം പിടിക്കണേ ബാലണ്ണ, അവൾക്കൊരു കുഴപ്പം ഉണ്ടാവല്ലേ. എടാ ഞാൻ നന്നായിട്ട് തന്നെ വളയം പിടിക്കും. പക്ഷെ നീ ആ വണ്ടിയുടെ ബ്രേക്ക് എങ്ങാനും മാറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെ വളയം പിടിച്ചിട്ട് കാര്യമില്ലല്ലോടാ. ഇല്ലണ്ണ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലണ്ണ. ഞാൻ എത്രമാത്രം ദ്രോഹ എന്റെ പെമ്മക്കളോട് ചെയ്തത്. അതേടാ, ആ കാർത്തിക മോള് അമ്മയുടെ അടുത്തുനിന്ന് ചൂട് മാറണ മുമ്പേ നീ എടുത്ത് തെരുവിലെറിഞ്ഞതല്ലേടാ. അതെ, ഞാൻ ഒരുപാട് ദ്രോഹം അവളോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിരിക്കുന്നത് എന്റെ കല്യാണി മോളോടാ. അവളോട് ഞാൻ എന്തുമാത്രം ദ്രോഹം ചെയ്തത്. 10-25 വർഷം അവൾക്ക് ഞാൻ നരക ജീവിതമല്ലേ കൊടുത്തത്. അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോടാ? നിന്റെ അഭിനയമല്ലേടാ നീ ഇതൊക്കെ കാണിക്കുന്നത്. നിന്നെ ആര് വിശ്വസിക്കാനാടാ? നീ നീ എന്തിനാടാ ജീവിച്ചിരിക്കണ പ്രകാശ? അണ്ണ, ഞാനിപ്പോ ദൈവങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അണ്ണ. ഞാനിപ്പോ ദൈവങ്ങളുടെ അടുത്തൊന്നും പ്രാർത്ഥിക്കാറേ ഇല്ല. അത് നീ മുമ്പേ ചെയ്യാറില്ലല്ലോ. പക്ഷെ എന്റെ കല്യാണി മോളായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നത്. ഇപ്പൊ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോ ദൈവമായിട്ട് കല്യാണി മോളെ കാണുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓഹോ, നിന്റെ വലിയ വലിയ വാക്കുകൾ ഇതൊക്കെ കേട്ട് ഞാൻ വീഴുമെന്ന് നീ വിചാരിച്ചോടാ എന്ന് ചോദിക്കുകയാണ്. അണ്ണനൊരു കാര്യം അറിയാവോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തുനിന്ന് നമ്മുടെ കല്യാണിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാട്ടോ. ഇത് കണ്ടോ, ഞാൻ എന്റെ കല്യാണി മോളുടെ ഫോട്ടോ നെഞ്ചത്താ സൂക്ഷിച്ചിരിക്കണം, എന്റെ ഹൃദയത്തിലാ സൂക്ഷിച്ചിരിക്കണത്. നിന്റെ അടവൊക്കെ കൊള്ളാം. എന്തായാലും നിന്നെ ഞാൻ പച്ച വെള്ളത്തിൽ വിശ്വസിക്കടാ പ്രകാശ, നീ പോവാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് അവിടെ മൂലക്ക് മാറി നിന്ന് കരഞ്ഞോണ്ടിരിക്കാട്ടോ. അവിടേക്ക് ബാലൻ പോകുന്നുണ്ട്. എടാ നീ ഇങ്ങനെ കരഞ്ഞോണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാണ്. ബാലന, എനിക്കൊരു സഹായം ചെയ്തു തരാവോ? എന്താടാ, പൈസ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറ, ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൈസ തരാം. എനിക്ക് പൈസ ഒന്നും വേണ്ട ബാലണ്ണ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം, കല്യാണി മോളെ. കല്യാണി മോളെ കാണാനേ? ഇല്ലടാ, ഞാൻ കൂടെ നിക്കില്ല. നീ അവളെ ദ്രോഹിക്കും. നീ വേണമെങ്കിൽ നേരിട്ട് പോയി കണ്ടോ, ഞാനായിട്ട് എന്തായാലും ഇതിന്റെ ഇടയിൽ നിക്കില്ലടാ. ഞാൻ അതിന് സമ്മതിക്കൂല, അവരെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം നിന്റെ വൃത്തികെട്ട മനസ്സാണ്, നീ അവരെന്ത് ദ്രോഹിക്കാനേ നോക്കുള്ളൂ എന്ന് പറയാണ്. ഭരണൻ, ഞാൻ എങ്ങനെയാ പറഞ്ഞ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കുക? ശരിയാ, അമ്മ വളർന്ന സാഹചര്യം, അമ്മ എന്നെ വളർത്തിയ ആ സാഹചര്യത്തിൽ ഞാനും ആ രീതിയിലായി പോയി. പെമ്മക്കളെ ദോഷമാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, പെമ്മക്കളല്ല വളർത്തു ഗുണമെന്നോ ഒന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം ഞാനിപ്പോ മനസ്സിലാക്കി ബാലണ്ണ. എന്തായാലും ഞാൻ പോകുക. ഞാൻ പറഞ്ഞാൽ ബാലണ്ണ വിശ്വസിക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം, നന്നായിട്ട് വളയം പിടിക്കണ ബാലണ്ണ, എന്റെ മോളാണ് കാറിലിരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകാട്ടോ. അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ബാലേട്ടന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം പ്രകാശൻ നേരെ പോണത് കല്യാണിയുടെ ഓഫീസിലേക്കാട്ടോ. അവിടെ തന്നെ പ്രകാശിന്റെ അടുത്തേക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ഇതാര് പ്രകാശനോ? താനെന്താടോ ഇവിടെ?
ഞാൻ എന്റെ മോളെ കാണാൻ വേണ്ടി വന്നത്. മോളെയോ? താരംഗത്തിന് മോളില്ലെന്നാണല്ലോ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കല്യാണി മേഡം അങ്ങനെ തന്നെയാ പറയണത്. കല്യാണി മേഡത്തിന്റെ ഒരു അച്ഛനില്ലെന്ന്. ശരിയാ, ഞാൻ അങ്ങനെ തന്നെ എത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് എന്റെ ഒരു മോളെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കാണിക്കാൻ അകത്തേക്ക് വിടാവോ? ഇടോ തന്നെ അകത്തേക്ക് വിടാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾ എന്നെ അകത്ത് വിട്ടില്ലെങ്കിൽ അവള് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും അവളൊന്ന് കാണാനായിട്ട്. എനിക്ക് അവളൊന്ന് കാണണം. ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ. വേണ്ട വേണ്ട, തന്നെ അകത്ത് കയറ്റി വിടാൻ പറ്റുമൊന്നുമില്ല എന്ന് പറയാണ്. ഒന്നകത്ത് കയറ്റി വിട്. എനിക്ക് എന്റെ മോളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. എടോ, അകത്തെ കല്യാണി മേഡം മാത്രല്ല, കിരൺ സാറും ഉണ്ട്. താൻ അവരെന്തിനും ഉപദ്രവിച്ചാലോ? ഞാൻ ഈ കൊലത്തിൽ എങ്ങനെ ഉപദ്രവിക്കാനാണ്? ഞാൻ അവരൊന്നും ചെയ്യില്ല. ഞാൻ അത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് പറയണത്. ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് പറയണം. താനിവിടെ നിൽക്ക്, ഞാൻ കല്യാണി മേഡത്തിനോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അകത്തേക്ക് പോവാണ്. മേഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താടോ, എന്താന്ന് ചോദിക്കുകയാണ് കിരൺ. അതെ, കല്യാണി മേഡത്തിനെ കാണാൻ വേണ്ടി കല്യാണി മേഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനോ? എന്റെ അച്ഛനോ? എനിക്കങ്ങനത്തെ ഒരു അച്ഛനില്ല. സോറി മേഡം, മേഡത്തിന്റെ അച്ഛനല്ല, വിക്രമിന്റെ അച്ഛൻ. അല്ല, അയാളെന്തിനാ ഇവിടെ വന്നത് എന്ന് കിരൺ ചോദിക്കുമ്പോ, എനിക്കറിയില്ല മേഡം, മേഡത്തിനെ കാണണം, കിരൺ സാറിനെ കാണണം എന്ന് പുറത്ത് നിൽക്കുക. അയാളെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് കല്യാണി പറയുമ്പോ, ഞാൻ പോകാൻ പറഞ്ഞു മേഡം, പക്ഷെ പോകുന്നില്ല. മേഡത്തിനെ കണ്ടിട്ടേ പോവുള്ളൂ. അല്ല, പോവാൻ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. മേഡം പുറത്തിറങ്ങുമ്പോ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണോ? ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ എന്ന് കല്യാണി പറയണേ. എനിക്ക് അയാളെ കാണണ്ട എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, എന്തായാലും അയാൾ എന്താ വന്നതെന്ന് അറിയട്ടെ കല്യാണി. എടോ, തന്നെ അയാളെ കയറ്റിവിട് എന്ന് കിരൺ പറയാണ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ പ്രകാശിനോട് പറയണ്ട്, തന്നോട് അകത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്റെ ജോലി നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അടിമുടി ചെക്ക് ചെയ്യാണ് സെക്യൂരിറ്റി. എന്താ ചേട്ടാ കാണിക്കുന്നത് ചോദിക്കുമ്പോ, അല്ല, താൻ തന്റെ അരയിലോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് അറിയണമല്ലോ. ഇല്ല ഏട്ടാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. എടോ, താൻ ആ സ്റ്റിക്ക് ഇട് വെച്ചിട്ട് പോയിക്കോ. അയ്യോ, സ്റ്റിക്ക് ഇല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല ഏട്ടാ എന്ന് പറയാണ്. താൻ ചിലപ്പോ ഈ സ്റ്റിക്ക് വെച്ചിട്ട് കല്യാണി മേഡത്തിന്റെ തലക്കിട്ട് അടിച്ചാലോ? ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പ്രകാശം പറയാണ്. ചിലപ്പോ കിരൺ സാറും കല്യാണി മേഡുള്ളതുകൊണ്ട് താൻ ചിലപ്പോ കയ്യിൽ വല്ല ബോംബുണ്ടെങ്കിൽ അവരെറിഞ്ഞ് പൊട്ടിച്ചാലോ? താനേ നശിനു. ഇനി താൻ നശിയണ മുമ്പ് തന്റെ മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ താൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഇല്ല ചേട്ടാ, എന്റെ കയ്യിൽ ഒന്നുമില്ല ഏട്ടാ എന്ന് പറയണം. അകത്ത് കയറി പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ അകത്തേക്ക് പോവാണ്. കല്യാണം കിരണോട് അവരുടെ വർക്കിലായിരിക്കും കേട്ടോ. മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മക്കളെ എന്ന് പറഞ്ഞിട്ട് കല്യാണി വിളിക്കുമ്പോ, മോളോ മക്കളോ എന്ന് പറഞ്ഞിട്ട് കല്യാണി, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നു ചോദിക്കുമ്പോ, ഞാൻ മോളൊന്ന് കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്നെന്തിനാ നിങ്ങൾ കാണുന്നത്? എന്റെ മുഖം കാണുന്നത് ചതുർത്ഥി എന്ന് പറഞ്ഞു നടന്നതല്ലേ നിങ്ങള്? അതേ മോളെ, ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോളെ കാണാൻ വേണ്ടിട്ടാ ഞാനിപ്പോ വന്നത്. എനിക്ക് മോളൊന്ന് കാണണം, അത്രമാത്രേ ഉള്ളൂ. പിന്നെ കിരൺ സാറിനും. താൻ എന്തിനാണ് ഇവിടെ വന്നത്? താൻ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് കിരൺ പറയുമ്പോ, അയ്യോ ഒരിക്കലും അല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയണ്ട്, താൻ പിന്നെ എന്തിനാണോ കാദംബരി ചേച്ചിയുടെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചത്? മോഷ്ടിക്കാനോ? ഞാനോ? ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, കാദംബരി ചേച്ചി ഞങ്ങളെ വിളിച്ച് പറഞ്ഞിടോ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ച് തന്നെ അകത്ത് കയറ്റിയപ്പോ തന്നെ അവരുടെ ബെഡ്റൂമിൽ കയറി എന്തോ തപ്പുമായിരുന്നു. താൻ എന്തിനാണ് അവിടെ ബെഡ്റൂമിൽ കയറിയത്? തനിക്ക് ഹോളിലിരുന്നാ പോരായിരുന്നോ എന്ന് കിരൺ ചോദിക്കുമ്പോ, അയ്യോ കിരൺ സാറേ, ഞാൻ ബെഡ്റൂമിൽ കയറുന്ന വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. കല്യാണി പറയണ്ട, അതന്നെയാ പറഞ്ഞത്, താൻ എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെ അവിടെ കയറിയെന്ന്. അതെന്ന് പറഞ്ഞിട്ട് പ്രകാശം പറയുമ്പോ, താനൊന്ന് പറയണ്ട, താനൊന്ന് പോവാൻ നോക്കിയ എന്ന് കല്യാണി പറയുമ്പോ, മോളെ, ഞാൻ മോളൊന്ന് കാണണം, മോളിന് എന്നെ കാണണമെന്ന് പറഞ്ഞാലോ, മോളെ കാണാൻ വേണ്ടി ഞാൻ ഇടക്കിടക്ക് വരൂ. വേണ്ട എന്ന് കല്യാണി പറയാണ്. അത് കേട്ട് പ്രകാശൻ ഞെട്ടുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.